നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂട്ടക്കൊലകൾക്ക് മുന്നിൽ നടുങ്ങി വിറയ്ക്കുകയാണ് കേരളം. ഇതിനോടകം തന്നെ എത്ര കൂട്ടക്കൊലപാതകങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. 2025 തുടങ്ങിയത് മുതൽ കൊല്ലും കൊലയുമാണ് നടക്കുന്നത്. ഒന്നുകിൽ കാശിനു വേണ്ടി കുടുംബക്കാരെ കൊല്ലുന്നു, അല്ലെങ്കിൽ പകയുടെയും അന്ധവിശ്വാസത്തിന്റെയും പേരിൽ കുടുംബക്കാരെ കൊല്ലുന്നു. ഇതൊന്നും പോരാഞ്ഞ് അവിഹിത ബന്ധങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ. കേരളം നടുങ്ങി വിറയ്ക്കുകയാണ് ഇതുപോലെയുള്ള വാർത്തകൾ കാണുമ്പോൾ. കഴിഞ്ഞ ഒരു രാത്രി കേരളത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മനസമാധാനത്തെ ഒന്ന് കണ്ണടയ്ക്കാൻ കഴിയുക? എപ്പോൾ വേണമെങ്കിലും ആരാലും കൊല്ലപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ കണ്ണു തുറന്നാൽ അതുതന്നെ ഭാഗ്യം. ആ ഒരു ചിന്തയിലാണ് ഇപ്പോൾ മലയാളികൾ ജീവിച്ചു പോകുന്നത്. ചേന്ദമംഗലം നെന്മാറ കൂട്ടക്കൊലകൾക്ക് പിന്നാലെയാണ് തിരുവനന്തപുരത്തെ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ആലുവ കൂട്ടക്കൊലയും കൂടത്തായി സംഭവമൊക്കെ കേരളത്തെ വിറപ്പിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് 23കാരൻ നടത്തിയ കൊടും ക്രൂരത കേരളം കേട്ടത്. ആലുവ കൂട്ടക്കൊല നടന്നിട്ട് 1/4 നൂറ്റാണ്ട് തികയാറായി. 2001 ജനുവരി 6-നാണ് ആലുവ നഗരമധ്യത്തിലെ മാഞ്ഞൂരാൻ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം കൊല്ലപ്പെടുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഹാർഡ്വെയർ ഷോപ്പ് നടത്തിയിരുന്ന അഗസ്റ്റിൻ, ഭാര്യ ബേബി, മക്കളായ ജെമോൻ, ദിവ്യ, അഗസ്റ്റിന്റെ മക്കളാര, സഹോദരി കൊച്ചുറാണി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ബന്ധുവും വീട്ടിലെ സ്ഥിരം സന്ദർശകനുമായിരുന്ന ആന്റണിയായിരുന്നു പ്രതി. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ പണം ആവശ്യപ്പെട്ടിട്ട് കൊച്ചുറാണി നൽകാത്തതായിരുന്നു കൂട്ടക്കൊലയ്ക്ക് കാരണമായി കണ്ടെത്തിയത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആന്റണിയുടെ ശിക്ഷ പിന്നീട് ജീവപര്യന്തമായി കുറച്ചു. സ്വത്ത് തട്ടിയെടുക്കാൻ കൂടത്തായി കൊലപാതകം. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ജോളി ജോസഫ് എന്ന യുവതി നടത്തിയ ആസൂത്രിത കൊലപാതക പരമ്പരയാണ് കൂട്ടക്കൊല. ആ കൂടത്തായി കൂട്ടക്കൊല ഒരിക്കലും കേരളം മറക്കില്ല. 14 വർഷത്തിനിടെയാണ് കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിയിൽ ഒരു കുടുംബത്തിലെ 6 പേർ കൊല്ലപ്പെട്ടത്. 2019 ഒക്ടോബർ 5-ന് മുഖ്യപ്രതി ജോളി അറസ്റ്റിലായി. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ അന്നമ്മ തോമസ്, മകൻ റോയി തോമസ്, അന്നമ്മയുടെ സഹോദരൻ MM മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജൂസ് കറിയയുടെ മകൾ ആൽഫൈൻ, ഷാജൂസ് കറിയയുടെ ഭാര്യ സിലി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട സിലിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ അംശമുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. സയനൈഡ് ഉള്ളിൽ ചെന്നാണ് റോയി തോമസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. റോയി തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മറ്റ് 5 മൃതദേഹങ്ങളും ജോളി തന്റെ സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചു എന്ന് കണ്ടെത്തൽ. പിന്നീട് കേരളം കണ്ടതാണ് നന്ദൻകോട്ടെ കൊലപാതകം, അതും ആത്മാവിനെ മോചിപ്പിക്കാൻ വേണ്ടിയെന്ന്. മാതാപിതാക്കൾ, സഹോദരി, ബന്ധു എന്നിങ്ങനെ 4 പേരുടെ ജീവനെടുത്ത നന്ദൻകോട് കൂട്ടക്കൊല കേരളം എങ്ങനെ മറക്കും? അതിനുശേഷം പിന്നീട് പുറത്തേക്ക് വന്ന വാർത്തകൾ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട് നടുക്കുന്നതായിരുന്നില്ലേ? കേഡൽ ജിൻസൺ രാജ എന്ന യുവാവായിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ സേവയുടെ പേരിൽ കൊലപാതകം നടത്തിയത്. 2017 ഏപ്രിൽ 9-ന് ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരെയാണ് കേഡൽ കൊലപ്പെടുത്തിയത്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. ഇവരുടെ ആത്മാവിനെ മോചിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേഡൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. മകളെയും മാതാപിതാക്കളെയും ഉൾപ്പെടെ യുവതി കൊലപ്പെടുത്തിയ പിണറായി കൂട്ടക്കൊലയും കേരളത്തെ ഞെട്ടിച്ചതാണ്. 2012 സെപ്റ്റംബർ 9-ന് കണ്ണൂർ പിണറായി പടന്നക്കര മണ്ണത്താൻ വീട്ടിൽ 1.5 വയസ്സുകാരി കീർത്തന മരിച്ചത് ഈ കൊലപാതക പരമ്പരയുടെ തുടക്കമായിരുന്നു. വിഷം ഉള്ളിൽ ചെന്നായിരുന്നു മരണം. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം സഹോദരി ഐശ്വര്യ കിഷോർ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ മരിച്ചു. 43 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അമ്മൂമ്മ കമലയും മരണപ്പെട്ടു. കമല മരിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് കുഞ്ഞികൃഷ്ണനും സമാന രീതിയിൽ മരണപ്പെട്ടു. പിന്നെ കുടുംബത്തിൽ അവശേഷിച്ചത് സൗമ്യ മാത്രമായിരുന്നു. അന്വേഷണ സംഘം പ്രതിയായ സൗമ്യയിലേക്ക് എത്തുകയായിരുന്നു. തൊടുപുഴയ്ക്കടുത്തും 2 കൂട്ടക്കൊലകൾ. 2018 ജൂലൈ 29-ന് തൊടുപുഴ കമ്പകക്കാനം കാനാട്ട് വീട്ടിൽ കൃഷ്ണൻ, ഭാര്യ സുശീല, മക്കളായ ആർഷ, അർജുൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
എന്നാൽ ഇത് മരണമല്ല, കൊലപാതകമാണെന്ന് പിന്നീട് വ്യക്തമാകുകയും ചെയ്തിരുന്നു. മോഷണമായിരുന്നു ലക്ഷ്യം. 4 പേരായിരുന്നു പ്രതികൾ. തൊടുപുഴയിൽ 2022 മറ്റൊരു കൂട്ടക്കൊലയും നടന്നു. ഉറങ്ങിക്കിടന്ന മകനെയും കുടുംബത്തെയും മുറിയിൽ പൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. ഇടുക്കി ചീനിക്കുഴി മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ മെഹറിൻ, അസ്ന എന്നിവരായിരുന്നു മരിച്ചത്. ഫൈസലിന്റെ പിതാവ് ഹമീദ് മക്കാർ ആയിരുന്നു കേസിലെ പ്രതി. സ്വത്തിന്റെ പേരിൽ മകനുമായുണ്ടായ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 1 മാസം മുൻപ് നെന്മാറയിലും ചേന്നമംഗലത്തും കൂട്ടക്കൊലകൾ. പാലക്കാട് കൊല്ലങ്കോട് പോത്തുണ്ടിയിലെ ഇരട്ട കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും കേരളം. പോത്തുണ്ടി തിരുത്തമ്പാടം ബായൻ നഗറിൽ അപ്പായിയുടെ ഭാര്യ ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരെ ചെന്താമര എന്ന പ്രതി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം തന്നെയാണ് എറണാകുളം ചേന്നമംഗലം പേരേപ്പാടത്ത് ദമ്പതിമാരെയും മകളെയും വീട്ടിൽ കയറി ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന സംഭവമുണ്ടായത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വീട്ടിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പേരേപ്പാടം സ്വദേശി ഋതുവാണ് പ്രതി. വേണുവും കുടുംബവും അപകീർത്തിപ്പെടുത്തിയെന്നതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നായിരുന്നു ഋതുവിന്റെ മൊഴി. ഇപ്പോൾ വീണ്ടും ഒരു കൊലപാതക പരമ്പര. അതും 23-കാരൻ തന്റെ കുടുംബാംഗങ്ങളെ കൊല്ലുന്നു. അമ്മയെയും അനുജനെയും അതിക്രൂരമായി വെട്ടുന്നു. അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരനോടും അതിക്രൂരതയാണ് 23-കാരൻ കാണിച്ചിരിക്കുന്നത്. വലിയ ഭീതിക്ക് നടുവിൽ ജീവിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.